മുംബൈയിലെ അന്തേരിയിൽ താമസിക്കുന്ന ഭാവന എന്ന് പറയുന്ന സ്ത്രീക്ക് 2 മക്കളാണ്. മൂത്ത മകള് മിട്ടാലി, 23 വയസ്സുണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലിയും ചെയ്യുന്നുണ്ട്. അതിനടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഇളയ മകളാണ് വിൻസിത. വിൻസിത പഠിക്കുന്നത് 10ാം ക്ലാസ്സിലാണ്. അതുമാത്രമല്ല 15 വയസ്സാണ് വിൻസികയുടെ പ്രായം. ഏതായാലും 2022 ഓഗസ്റ്റ് 25-ാം തീയതി അമ്മയോട് പറഞ്ഞു, അമ്മ ഞാനിന്ന് കുറച്ച് ലേറ്റായിട്ടേ വരികയുള്ളൂ, ഞാൻ സ്പെഷ്യൽ ക്ലാസ്സിന് പോവുകയാണ്. അതുമാത്രവുമല്ല, ഇനി ടൂറ് പോകേണ്ടതല്ലേ, 2 ദിവസം കഴിഞ്ഞാൽ സ്കൂളിൽ നിന്നും ടൂറ് പോകുന്നുണ്ട്. അപ്പോഴെനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റായിട്ടേ വരികയുള്ളൂ, എന്നെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇനി അന്വേഷിക്കാനൊന്നും നിൽക്കണ്ട എന്ന് 15 വയസ്സുകാരിയായ വിൻസിത അമ്മയോട് പറയുകയാണ്. അമ്മ സമ്മതവും മൂളി. അങ്ങനെ മകള് പോയി. 5 മണിയായി, 6 മണിയായി, 7 മണിയായി. അമ്മ മകളുടെ മൊബൈൽ നമ്പർ വിളിച്ചു നോക്കുമ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. അമ്മയ്ക്ക് മനസ്സിലായി ചാർജ് തീർന്നിട്ടായിരിക്കാം. എപ്പോഴും ഞാൻ മകളോട് പറയുന്നതാണ്, പോകുമ്പോൾ ഫുൾ ചാർജ് ചെയ്ത് കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ എനിക്ക് വിളിച്ചാൽ കിട്ടില്ല എന്ന്. ഏതായാലും വരട്ടെ എന്നൊക്കെ കരുതിയിട്ട് അമ്മ അങ്ങനെ ഇരുന്നു. 8 മണിയായിട്ടും മകളെ കാണാനില്ല. അങ്ങനെ ഭാവന നേരെ മൂത്ത മകളായ മിട്ടാലിയുടെ വീട്ടിലെത്തി കാര്യം പറഞ്ഞു. മിട്ടാലി പറഞ്ഞു, രാവിലെ ഞാൻ കണ്ടതാണല്ലോ, ഞങ്ങൾ സംസാരിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ഇവർ 2 പേരും ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ പോലീസുകാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ, ഇനി ഒളിച്ചോടിയിൽ പോയതാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല സാറേ, ഞങ്ങളുടെ മകള് അങ്ങനെയൊന്നുമില്ല, വളരെയധികം നല്ല കുട്ടിയാണ് എന്നൊക്കെയാണ് ഈ അമ്മ പറഞ്ഞത് എന്നുള്ളതാണ്. ഏതായാലും പോലീസുകാർ എല്ലാ വിവരങ്ങളൊക്കെ എഴുതിയെടുത്ത് ഇവരോട് പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ പോയിക്കോളൂ, ഞങ്ങൾ അന്വേഷിക്കാം എന്നാണ് പറഞ്ഞത്. അങ്ങനെ അന്നത്തെ രാത്രി ഇവർ ഉറങ്ങാതെ കാത്തിരുന്നു എന്നുള്ളതാണ്. കാരണം 15 വയസ്സായ ഒരു കുട്ടിയാണ് കാണാതായിരിക്കുന്നത്. എന്ത് സംഭവിച്ചു, ആരാണ് കൊണ്ടുപോയത്, ആരാണ് തട്ടിക്കൊണ്ടുപോയത്, എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു. അതായത് സുഹൃത്തുക്കളുടെ വീട്ടിൽ അന്വേഷിച്ചു. അവരൊക്കെ പറയുന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ വിൻസിത 4 മണിക്ക് തന്നെ ട്യൂഷൻ സെൻറ്ററിൽ നിന്നും ഇറങ്ങിയിരുന്നു. പിന്നീട് എങ്ങോട്ടാണ് പോയത് എന്നറിയില്ല. കുറച്ച് സാധനം വാങ്ങിക്കണമെന്ന് ഞങ്ങളോടും പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു, വിൻസിത നേരെ ടൗണിലേക്ക് പോയി എന്നാണ് പറഞ്ഞത്. ഏതായാലും അന്വേഷണം അങ്ങനെ ആരംഭിച്ചുകൊണ്ടിരുന്നു. പിറ്റേന്ന് രാവിലെ നെയ്ഗോൺ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെ ഒരു സൂട്ട് കേസ് കിടക്കുകയാണ്. ഈ സൂട്ട് കേസിൻ്റെ സൈഡിലൊക്കെ രക്തക്കറകളുണ്ട്, അതുപോലെ തന്നെ ഉറുമ്പുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഒരു സംശയം, ഇതിൻ്റെ ഉള്ളിൽ എന്തോ സംഭവമുണ്ട്. അങ്ങനെ ചില ആൾക്കാരൊക്കെ അടുത്ത് വന്ന് നോക്കുന്നു, പിന്നെ പോലീസിൽ വിവരമറിയിക്കുന്നു. അങ്ങനെ പോലീസുകാർ വന്ന് പരിശോധിച്ചപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്നതായിരുന്നു. അതായത് ഒരു 15-20 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ മൃതദേഹം പൂർണ്ണ നഗ്നയായ നിലയിൽ അവിടെ ഈ സൂട്ട് കേസിൻ്റെ ഉള്ളിൽ വെച്ചവിടെ ഉപേക്ഷിച്ചിരിക്കുകയായിരുന്നു. ഏതായാലും പോലീസുകാർ പെട്ടെന്ന് തന്നെ ആ മൃതദേഹം കസ്റ്റഡിയിലെടുത്തു. അതിനുശേഷം മോർച്ചറിയിലേക്ക് മാറ്റി അതിൻ്റെ പരിശോധനയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിലൊക്കെ വിവരം കൊടുത്തു, അതായത് ഏതെങ്കിലും ആൾക്കാരെ കാണാത്തതായിട്ട് എന്തെങ്കിലും ഒരു പരാതി ഉണ്ടോ എന്ന്. അപ്പോഴാണ് അന്തേരി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു വിവരം വരുന്നത്. അതായത് ഇന്നലെ വൈകുന്നേരം വിൻസിത എന്ന് പറയുന്ന ഒരു 15-കാരിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞു, ഏതായാലും വന്ന് നോക്കാൻ വേണ്ടി പറയൂ ബന്ധുക്കളോട്, മൃതദേഹം തിരിച്ചറിയാൻ കഴിയുമോ എന്ന് നോക്കൂ എന്ന്. അങ്ങനെ നേരെ ഈ അന്തേരി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഭാവനയുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു കോൾ വരികയാണ്. അതായത് അന്തേരി പോലീസ് സ്റ്റേഷൻ എന്നാണ് വിളിക്കുന്നത്. ഇതുപോലെ നിങ്ങളുടെ മകളെ പോലെയുള്ള ഒരാളുടെ ഒരു മൃതദേഹം കണ്ടുകിട്ടിയിട്ടുണ്ട്, ഒന്ന് വന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട്. അത് കേട്ടപ്പോൾ തന്നെ ആ അമ്മ ഒരു വല്ലാത്തൊരവസ്ഥയിലായി എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കണം, ഇന്നലെ രാത്രി മുതൽ ആ അമ്മ കാത്തിരിക്കുകയാണ്. 15 വയസ്സുകാരിയായ സ്കൂളിൽ പോയ മകളെ കാണാതെ വിഷമിച്ചിരിക്കുന്ന ആ അമ്മയുടെ മൊബൈൽ നമ്പറിലേക്കാണ് ഈ ഒരു കോള് വന്നത് എന്നുള്ളതാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അമ്മയും അതുപോലെ മൂത്ത മകളും മകളുടെ ഭർത്താവും എല്ലാവരും ചേർന്ന് മോർച്ചറിയിലേക്ക് പോകുന്നു. അവിടെ അവർക്ക് കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇത് തൻ്റെ അനുജത്തിയാണ്. ഭാവനയ്ക്ക് മനസ്സിലായി ഇതെൻ്റെ മകളാണ്. അതായത് ആ ഒരു രൂപവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ അവർക്ക് മനസ്സിലായി എന്നുള്ളതാണ്. പക്ഷേ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു തിരിച്ചറിയാൻ. അതായത് ഈ പിന്നെ മൃതദേഹത്തിൽ ആകെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ഒരു തുണി മാത്രമാണ്, അതും ഒരു ബെഡ്ഷീറ്റിൻ്റെ ഒരു പീസ് മാത്രം, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഏതായാലും ഒരുപാട് പിന്നെ എന്താ പറയണ്ടേ, ഇതൊക്കെ കഴിഞ്ഞ് പോലീസിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മൃതദേഹം വിട്ടുകൊടുക്കുന്നു. അതിനുശേഷം സംസ്കരിക്കുകയാണ്.
പിന്നീട് പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു. അതായത് CCTVകൾ പരിശോധിക്കുമ്പോൾ 2 പേരാണ് ആ മൃതദേഹം അവിടെ കൊണ്ട് ഉപേക്ഷിക്കുന്നത്. പക്ഷെ അവരുടെയൊന്നും മുഖം വ്യക്തമല്ല എന്നുള്ളതാണ്. പലതരത്തിലും CCTVയെ അവർ കബളിപ്പിച്ചുകൊണ്ട് തന്നെയാണ് പോയിരിക്കുന്നത്. അതുമാത്രവുമല്ല, നല്ല രീതിയിൽ CCTVയെ അറിയുന്ന 2 പേര് തന്നെയാണ് ഉപേക്ഷിച്ചിരിക്കുന്നതെന്ന് പോലീസിന് മനസ്സിലായി. ഏതായാലും വിൻസിതയുടെ വീട്ടിൽ വന്ന് അമ്മയോട് ചോദിച്ചു, നിങ്ങൾക്ക് ആരെങ്കിലും ശത്രുതയുണ്ടോ, ആരെങ്കിലും പരിചയമുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ഈ വിൻസിത പറഞ്ഞു, കുറച്ചു നാൾ മുന്നേ എൻ്റെ മകളുടെ പുറകെ ഒരുത്തൻ നടന്നിരുന്നു. ഒരു സന്തോഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൈ വെള്ളടിയും അതുപോലെ തന്നെ വളരെ മോശപ്പെട്ട രീതിയിൽ നടക്കുന്ന ഒരുത്തൻ. ഈ സന്തോഷ് എന്നാണ് അവൻ്റെ പേര്. അവനൊരു ബൈക്കുണ്ട്. ആ ബൈക്കിൽ എപ്പോഴും എന്ന് പറഞ്ഞാൽ കറങ്ങി നടക്കലും അതുപോലെ അവനില്ലാത്ത കച്ചറയൊന്നുമില്ല. അങ്ങനെ ഈ വിൻസിതയുടെ പുറകെ നടക്കുന്നത് കണ്ട് ഒരു ദിവസം ഞാൻ വാൺ ചെയ്തിരുന്നു. അങ്ങനെ 2-3 പ്രാവശ്യമായപ്പോഴും ഞാൻ അവന് അടി കൊടുക്കാൻ പോയിരുന്നു. അവനെ എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു. അവൻ്റെ താമസിക്കുന്ന സ്ഥലം ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഏതായാലും പോലീസ് നേരെ അവൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ എത്തുമ്പോഴേക്കും സന്തോഷ് താമസിക്കുന്ന റൂം പൂട്ടിക്കിടക്കുകയാണ്. സന്തോഷ് അവിടെ ഇല്ല. സന്തോഷ് അവിടെ മുങ്ങിയിരിക്കുന്നു. ഏതായാലും പോലീസിന് മനസ്സിലായി സന്തോഷ് തന്നെയാണ് പ്രതി. പക്ഷേ സന്തോഷ് ഇവിടെ, സന്തോഷിനെ കണ്ടെത്തണ്ടേ. അങ്ങനെ പോലീസുകാർ ഒരു 5-10 ദിവസമായി സന്തോഷിനെ പറ്റിയിട്ട് യാതൊരു വിവരവും ഇല്ല. കാരണം ഏത് നാട്ടുകാരനാണെന്ന് വരെ പോലീസിന് അറിയില്ല. അപ്പോഴാണ് അവിടെയുള്ളൊരു കടക്കാരൻ പറഞ്ഞത് ഗുജറാത്തുകാരനാണ് അവൻ, ഗുജറാത്തിലാണ് അവൻ്റെ അച്ഛനും അമ്മയും ഉള്ളത് എന്ന്. അങ്ങനെ ഗുജറാത്ത് പോലീസുമായി ബന്ധപ്പെടുന്നു. ആ ഗ്രാമത്തിൽ പോയിട്ട് അന്വേഷിക്കുമ്പോൾ സന്തോഷ് അവിടെ എത്തിയിട്ടില്ല. അവിടെ ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു അംഗമാണ്. അവിടെ ഒരു അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ ആ ഒരു കോളനിയിൽ താമസിക്കുന്നത്. അങ്ങനെ പോലീസുകാരുടെ അന്വേഷണം ഒരു മന്ദഗതിയിലായി. അത് ഈ വിൻസിതയുടെ ചേച്ചിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമമായി എന്നുള്ളതാണ്. അതായത് ഇത് പോലീസുകാർ കൃത്യമായിട്ട് അന്വേഷിക്കുന്നില്ല. അങ്ങനെ വിൻസിത ഒരു പോസ്റ്റ് ഇടുകയാണ് ഫേസ്ബുക്കിൽ. സന്തോഷിൻ്റെ ഫോട്ടോയും വെച്ചിട്ട് എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണം, ഇതെൻ്റെ അനുജത്തിയെ കൊന്നവൻ എന്ന് സംശയിക്കുന്നവൻ്റെ ഫോട്ടോമാണ്. ഒരു 5-10 ദിവസമായിട്ട് ഞങ്ങൾ അന്വേഷിക്കുകയാണ് ഇവനെ, പക്ഷെ ഇവനെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടു. ഈ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഭയങ്കരമായിട്ട് വൈറലായി. എല്ലാവരും ഷെയർ ചെയ്യാൻ തുടങ്ങി. ഇത് രാഷ്ട്രീയ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ വലിയ വലിയ ഓഫീസർമാരുടെയൊക്കെ കയ്യിലാണ് എത്തിയത്. അവരൊക്കെ നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയാണ് ഇട്ടിരിക്കുന്നത്. അതായത് തൻ്റെ 15 വയസ്സുകാരിയായ അനുജത്തിയെ കൊന്നവൻ എന്ന് സംശയിക്കുന്നവൻ്റെ ഫോട്ടോ ആണെന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഏതായാലും പോലീസിന് ഭയങ്കര പ്രഷറായി, എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കണമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പോസ്റ്റ് ഇട്ട് 2ാമത്തെ ദിവസം ഗുജറാത്തിൽ നിന്നൊരു വിളി വരികയാണ്. അതായത് ഒരു കബീർ എന്ന് പറഞ്ഞ ഒരാളാണ് വിളിക്കുന്നത്. ഇവിടെ അടുത്തുള്ള ഒരു ലോഡ്ജിൽ ഈ സന്തോഷ് എന്ന് പറയുന്നവരും മറ്റൊരുത്തനും താമസിക്കുന്നുണ്ട് എന്നുള്ള ഒരു വിവരം ഈ ചേച്ചിക്ക് കിട്ടുകയാണ്. ചേച്ചി അപ്പോൾ തന്നെ അന്തേരി പോലീസിൽ വിവരം അറിയിക്കുന്നു. പോലീസുകാർ പെട്ടെന്ന് തന്നെ പോയിട്ട് സന്തോഷിനെ കസ്റ്റഡിയിലെടുക്കുകയാണ്. സന്തോഷിൻ്റെ കൂടെയുള്ള വിശാലിനെയും കൂടി കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ്. അങ്ങനെ 2 പേരെയും അന്തേരിയിലേക്ക് കൊണ്ടുവന്ന് അവിടുന്ന് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. അപ്പോഴാണ് ഇവർ 2 പേരും നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നത്. അതായത് ഈ സന്തോഷും അതുപോലെ തന്നെ ഈ വിൻസിതയും പ്രണയത്തിലായിരുന്നു. അതായത് ഈ സന്തോഷ് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ റീൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഈ വിൻസിതയ്ക്ക് സന്തോഷിനെ. പക്ഷേ സന്തോഷിൻ്റെ കയ്യിലിരിപ്പ് എന്ന് പറഞ്ഞാൽ പൊറുക്കിത്തരമാണെന്ന് അമ്മക്ക് കൃത്യമായിട്ട് അറിയാം. അതായത് വെള്ളടിയുണ്ട്, വീടി, സിഗരറ്റ് വലിയുണ്ട്, ഇതൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാവന എന്ന് പറയുന്ന അമ്മയ്ക്ക് ഈ സന്തോഷിനെ തീരെ ഇഷ്ടമല്ലായിരുന്നു. ഏതായാലും മകള് സന്തോഷിൻ്റെ വലയിൽ വീണു. അങ്ങനെ സന്തോഷിൻ്റെ വലയിൽ വീണ മകള് പലപ്പോഴും സന്തോഷിൻ്റെ റൂമിലേക്ക് പോകും. ഇവർ തമ്മിലെന്ന് പറഞ്ഞാൽ ശാരീരിക ബന്ധം വരെയായി എന്നുള്ളതാണ്. ഈ 14-15 വയസ്സുള്ള ഈ കുട്ടിയുമായിട്ട് ഈ കുട്ടിയെ പറഞ്ഞ് മയക്കിയിട്ട് ഈ സന്തോഷ് എന്ന് പറയുന്ന 21കാരൻ നല്ല രീതിയിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് നാളായി കഴിഞ്ഞപ്പോൾ ഈ അമ്മയ്ക്ക് ചെറിയ ഒരു സംശയം വന്നു. അമ്മ മകളെ നല്ല രീതിയിൽ വിളിച്ച് ഉപദേശിച്ചു. അപ്പോഴാണ് മകൾക്ക് ഇതിൻ്റെ കാര്യം, അതായത് ഈ വിൻസിതയ്ക്ക് ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലായത്. ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഞാൻ ഈ ഒരു പരിപാടിക്കൊന്നും പോകാൻ പാടില്ല, കാരണം എനിക്ക് 15 വയസ്സേ ആയുള്ളൂ. അതുമാത്രവുമല്ല ഈ പഠിക്കേണ്ട സമയത്ത് ഞാൻ ഇതിനൊന്നും പോകാൻ പാടില്ല എന്ന് വിൻസിതയ്ക്ക് മനസ്സിലാവുകയും സന്തോഷിൽ നിന്നും അങ്ങനെ ഒരു അകലം പാലിക്കാൻ തുടങ്ങി. ഇത് സന്തോഷിന് ഭയങ്കര വൈരാഗ്യമായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് ഭയങ്കര സൗന്ദര്യമുള്ളത് കൊണ്ടല്ലേ നീ എന്നിൽ നിന്നും അകലം പാലിക്കുന്നത്, നിന്നെ ഞാൻ വിടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ വീട്ടിൽ വന്ന് ഒരു പ്രാവശ്യം ഭീഷണിപ്പെടുത്തി. അപ്പോഴാണ് കവിത അടിക്കാൻ പോയത് സന്തോഷിനെ. അങ്ങനെ അടിച്ചു ഓടിക്കുകയും ചെയ്തു. ഭയങ്കര വൈരാഗ്യമായി.
ഏതായാലും സംഭവ ദിവസം, അതായത് 2022 ആഗസ്റ്റ് 25-ാം തീയതി വൈകുന്നേരമാണ് ഈ സന്തോഷ് ഈ വിൻസിതയെ ആ ടൗണിൽ വെച്ച് കാണുന്നത്. അപ്പോൾ തന്നെ സന്തോഷിന് ഒരു പ്രതികാരം ചെയ്യണമെന്നുണ്ട്. അതായത് ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തണം, ഇനി ഇവള് ജീവിച്ചിരിക്കാൻ പാടില്ല, എനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടരുത് എന്നുള്ള തരത്തിൽ. അങ്ങനെ വിൻസിതയോട് പറഞ്ഞു, നമുക്ക് ഏതായാലും രണ്ടുപേർക്കും പിരിയാം, പക്ഷെ പിരിയുന്നതിന് മുന്നേ ഒരു പ്രാവശ്യം കൂടി നമുക്ക് ശാരീരികമായി ബന്ധപ്പെടണം എന്ന് പറഞ്ഞിട്ട് വിൻസിതയെ ഭയങ്കരമായിട്ടങ്ങ് മയക്കി എന്നുള്ളതാണ്. വിൻസിത ഏതായാലും അവസാനത്തെ ദിവസമല്ലേ, ഏതായാലും ഇനി നമ്മൾ കാണില്ല, ഇത് കഴിഞ്ഞാൽ പിന്നെ എന്നെ അന്വേഷിച്ച് വരരുത് എന്ന് വിൻസിത പറയുകയാണ്. 15 വയസ്സുള്ള കുട്ടിയാണ് പറയുന്നത്. ഏതായാലും ഇവർ രണ്ടുപേരും പോകുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും റൂമിലേക്ക് പോകുന്നു. റൂമിലേക്ക് കയറി ബന്ധപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഈ വിശാല് എന്ന് പറയുന്ന കൂട്ടുകാരന് രഹസ്യമായിട്ടൊരു മെസ്സേജ് അയച്ചു, അതായത് നീ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് വരണമെന്ന്. അങ്ങനെ ഇവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങാൻ നോക്കുമ്പോഴാണ് വിശാല് വന്നത്. വിശാല് വന്ന് ഈ റൂമിലേക്ക് കയറി റൂം ലോക്ക് ചെയ്തപ്പോഴാണ് താനൊരു വലിയ ചതിയിൽപ്പെട്ടിരിക്കുകയാണെന്ന് വിൻസിതയ്ക്ക് മനസ്സിലായത്. അപ്പോൾ തന്നെ വിശാല് അവിടെ വെച്ച് കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് കുത്തുകയായിരുന്നു എന്നാണ് സന്തോഷ് പറയുന്നത്. ഏതായാലും വിശാലിനെയും ചോദ്യം ചെയ്തു. വിശാല് നോക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ടുള്ളൊരു കള്ളനാണ്. അതായത് ഗുജറാത്തിലെ നിരവധി മോഷണ കേസിൽ പ്രതിയാണ്. അതുമാത്രവുമല്ല, കുറച്ച് ദിവസം മുന്നേ സ്വന്തം മാതാവ് ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. അതായത് മാതാവിൻ്റെ 5 പവൻ്റെ മാല അവിടുന്ന് പൊട്ടിച്ചോടി എന്ന് പറഞ്ഞിട്ട് സ്വന്തം വീട്ടിൽ നിന്ന് അമ്മയുടെ മാല പൊട്ടിച്ചോടിയ കേസിൽ കൂടെ പ്രതിയാണ്. അവിടുന്ന് അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാല വിറ്റ പൈസ കൊണ്ട് ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ കറങ്ങി, അതായത് ജമ്മു കാശ്മീരും ഒരുപാട് സ്ഥലങ്ങളിൽ കറങ്ങി അവസാനമാണ് ഗുജറാത്തിലെത്തിയിട്ട് അവിടെ ഒരു ലോഡ്ജിൽ താമസിക്കുമ്പോഴാണ് ഈ കബീറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എന്നുള്ളതാണ്. അങ്ങനെ രണ്ടുപേരെയും കോടതിയിൽ ഹാജരാക്കി. ഏതായാലും കേസ് നടന്നു, കോടതി അവരെ ശിക്ഷിക്കുകയും ചെയ്തു. രണ്ടുപേർക്കും ജീവപര്യന്തം തടവ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ആരും ജാമ്യമെടുക്കാനോ ഇല്ലെങ്കിൽ രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരു മര്യാദയ്ക്കൊന്ന് വാദിക്കാനോ പോലും ആരും ഉണ്ടായില്ല എന്നുള്ളതാണ്. കാരണം അത്രമാത്രം ഒരു ക്രൂരതയല്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.